പ്രിയപ്പെട്ടവരെ, യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ നിങ്ങളെ സ്നേഹത്തോടെ വാഴ്ത്തുന്നു. ഈ ദിവസം എങ്ങനെയുണ്ട്? രാവിലെ ദൈവത്തോട് സംസാരിച്ചുവോ? കർത്താവ് നിങ്ങളോട് സംസാരിച്ചുവോ? ദൈവത്തോട് ദിവസേന സംസാരിക്കണം. ബൈബിൾ വായിക്കുമ്പോൾ വചനത്തിലൂടെ ദൈവം നമ്മോട് സംസാരിക്കും. ദൈവത്തിൻ്റെ സ്വരം നാം കേൾക്കണം. അതാണ് നമ്മുടെ സന്തോഷം. അപ്പോഴേ നമുക്ക് ഓരോ ദിവസവും ഈസിയായി കടന്നു പോകാൻ സാധിക്കൂ. കാരണം ഓരോ ദിവസവും കഷ്ടപ്പാടും പ്രശ്നവും ഞെരുക്കവും തീർച്ചയായും ഉണ്ടാവും. ഇത് കണ്ടോ, വലിയ ബോട്ടുകൾ, മീൻ പിടിക്കുന്ന തൊഴിൽ ചെയ്യുന്ന അനേകം ജനങ്ങൾ ഇവിടെയുണ്ട്. ഓരോ ദിവസവും കടലിലേക്ക് പോകുമ്പോൾ എന്തൊരു പോരാട്ടമാണല്ലേ! ജീവിതം തന്നെ ഒരു വലിയ പോരാട്ടമല്ലേ? കടലിൽ മീൻ പിടിക്കാൻ ചെന്നാൽ പ്രതീക്ഷിച്ച അത്രയ്ക്ക് മീൻ കിട്ടുമോ, കിട്ടുകയില്ലേ? പെട്ടെന്ന് കാറ്റടിച്ചാൽ, പരിതസ്ഥിതി മാറിയാൽ എന്തു ചെയ്യും? അതിൻ്റെ നടുവിലാണ് ഇവരുടെ ജീവിതം. അതേപോലെ തന്നെ ഒരു കച്ചവടം ചെയ്താലും ശരി, ജോലി ചെയ്താലും ശരി, ഏത് തൊഴിൽ ചെയ്താലും ശരി, പോരാട്ടവും പ്രശ്നവും തന്നെയാണ്. എന്നാൽ ദൈവത്തിൻ്റെ വചനം നമ്മെ ധൈര്യപ്പെടുത്തും. ദൈവം ഒരു വാക്ക് തരുന്നു. യെശയ്യാവ് 54:8 ഞാൻ നിന്നോട് നിത്യദയയോടെ കരുണ കാണിക്കുമെന്ന് യഹോവ അരുളി ചെയ്യുന്നു. ദൈവകൃപ, ദൈവത്തിന്റെ കൃപയനുസരിച്ച് നമ്മോട് കരുണ കാണിക്കും എന്ന്. കൃപയെന്നാൽ എന്താണെന്നറിയാമോ? യോഗ്യതയില്ലാത്ത ഒരാൾക്ക് ദൈവം കാണിക്കുന്ന ദയ. നിത്യദയ എന്നാൽ അത് ശാശ്വതമായിട്ടുള്ള കരുണയാണ്. അത് മാറില്ല, എപ്പോഴും നിലനിൽക്കുന്ന കരുണ. എന്റെ കാര്യം ഞാൻ ചിന്തിച്ചു നോക്കുന്നു. യോഗ്യതയില്ലാത്ത എന്നെ തന്റെ ശുശ്രൂഷക്കാരനാക്കി മാറ്റി യോഗ്യതയില്ലാത്ത സ്ഥിതിയിൽ എന്നെ ഉപയോഗിക്കുന്നു. ഞാൻ യോഗ്യതയില്ലാത്തവനാണെന്ന് എനിക്കേ അറിയൂ, ദൈവത്തിനും അറിയാം. എന്നാലും യേശു എനിക്ക് യോഗ്യതയുണ്ടാക്കി ശുദ്ധീകരിച്ച് എന്നെ ഉപയോഗിക്കുന്നു. തന്റെ മഹാദയോടെ എന്നോട് കരുണ കാണിക്കുന്നു. അതുകൊണ്ടാണ് എനിക്ക് ശുശ്രൂഷ ചെയ്യാൻ സാധിക്കുന്നത്. ഞാൻ മഹാശുദ്ധനാണ്, എനിക്ക് എല്ലാം നന്നായിട്ടറിയാം, ഞാൻ മഹാനീതിമാൻ ആണ് എന്നൊന്നുമില്ല. എന്റെ നീതി കൊണ്ടോ വിശുദ്ധി കൊണ്ടോ എന്നെ ഉപയോഗപ്പെടുത്തുന്നില്ല. മഹാകൃപ, യേശുവിന്റെ മഹത്തായ കൃപ. ഞാൻ ഇനിയും ശുദ്ധീകരിക്കപ്പെടണം, ഇനിയും ദൈവത്തോട് അടുക്കണമെന്ന് ആഗ്രഹിച്ച് അതിനെ ലക്ഷ്യമാക്കി ഞാൻ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നു. അതിന് ദൈവം കൃപ തരുന്നു. കൃപയോടെ ഓരോ ദിവസവും ശുദ്ധിയോടെ ജീവിക്കാനും പാപത്തെ അതിജീവിച്ച് ശുശ്രൂഷ ചെയ്യാനുമുള്ള കൃപ തന്നിരിക്കുന്നു. ഓരോ ദിവസവും യേശുവിന്റെ കൃപയുണ്ടാവണം, നിത്യമായ കൃപ. ദൈവം പറയുന്നു, എന്റെ മകനെ, മകളെ, നിത്യമായ കൃപയോടെ ഞാൻ നിനക്ക് കരുണ കാണിക്കും. നീ എന്തിനാണ് തളരുന്നത്? എന്തിനാണ് ഭയപ്പെടുന്നത്? എല്ലാം അവസാനിച്ചു എന്ന് കരുതുന്നത് എന്തിനാണ്? എന്റെ ദയ നിന്നെ വിട്ടു പോവുകയില്ല. നീ യോഗ്യതയില്ലാത്തവനും ഇല്ലാത്തവളുമാണെന്ന് എനിക്കറിയാം. എന്നാലും ഞാൻ നിന്നോട് ദയ കാണിക്കുന്നു. കാരണം ഞാൻ ദയയുള്ള ദൈവമാണ്. ആ കരുണയ്ക്കായി ദൈവത്തെ സ്തുതിക്കൂ. ഞാൻ ദിവസവും ദൈവത്തെ സ്തുതിക്കും. ദൈവമേ, അങ്ങയുടെ ദയക്കായി ഞാൻ സ്തോത്രം ചെയ്യുന്നു. യോഗ്യതയില്ലാത്ത എന്നോട് അങ്ങ് കാണിക്കുന്ന ദയ മഹത്തായതാണ്. അതുകൊണ്ടാണ് അങ്ങ് ഈ ശുശ്രൂഷയിൽ എന്നെ ഉപയോഗിക്കുന്നതെന്ന് സ്തുതിച്ചുകൊണ്ടേയിരിക്കുമ്പോൾ ആ ദയ വർദ്ധിക്കുന്നു. നിങ്ങളും കൂടെ. ദൈവം നിങ്ങളുടെ മേൽ നിത്യമായ ദയ വെച്ചിരിക്കുന്നു. അത് വിശ്വസിച്ച് സ്തോത്രം ചെയ്യൂ, അതിനെ മുറുകെ പിടിക്കൂ. ഇന്നും ആ ദയ നിങ്ങളുടെ ജീവിതത്തിൽ നന്മ പ്രത്യക്ഷമാക്കും. പിതാവേ, ഈ മകന്റെയും മകളുടെയും മേൽ വെച്ചിരിക്കുന്ന കരുണയ്ക്കായി നന്ദി. യോഗ്യതയില്ലാത്തവനും യോഗ്യതയില്ലാത്തവളുമാണെന്നറിഞ്ഞിട്ടും അങ്ങ് കരുണ കാണിക്കുന്നു, ദയ കാണിക്കുന്നു. അതിന് സ്തോത്രം. ഈ മകനും ഈ മകൾക്കും ഇന്ന് അത്ഭുതം ചെയ്ത് അവരെ സന്തോഷിപ്പിക്കണമേ. അങ്ങയുടെ നിത്യദയ കാണിച്ചു കൊടുക്കണമേ. യേശുവിന്റെ നാമത്തിൽ പ്രാർത്ഥിക്കുന്നു പിതാവേ. ആമേൻ, ആമേൻ. ജീസസ് റീഡിംഗ്സ് മലയാളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ബെൽ ഐക്കോൺ ക്ലിക്ക് ചെയ്യുക. ഞങ്ങളുടെ ദൈനംദിന പ്രോഗ്രാമുകളെക്കുറിച്ചുള്ള അപ്ഡേറ്റ് ലഭിക്കുവാൻ